ഞാൻ അകത്ത് വാ, അകത്തോട്ട് വാ, വാ വാ. ജോസ് ചേട്ടൻ വരാറായില്ല, നീ ഇങ്ങ് വാ. വായിങ്ങോട് വന്നില്ലേ, അകത്ത് കയറിയിരിക്കേ, വാ. ജോസ് ചേട്ടൻ വരട്ടെ, നീ ഇങ്ങ് വാ. യോണ്ടാൻ ഓ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കണ കേട്ടാ. നമ്മുടെ വയലറ്റ് മെലസ്റ്റോമ കുഞ്ഞു തൈ കൊണ്ടുവന്ന് നട്ടതാണ്, അതിൽ മുട്ടിട്ടിട്ടാ. ഗുഡ് മോർണിംഗ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സന്തോഷം ആദ്യം പറഞ്ഞതാണേ. ഓരോ മുളകൾ വരുമ്പോഴും മുട്ട് വരുമ്പോഴും എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കണേന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണതൊക്കെ. നമ്മുടെ ആ ബാംബു പ്ലാന്റ് വെച്ചതുണ്ടല്ലോ, മിൽക്കി ബാംബു, അതിൻ്റെ ആ ട്യൂബ് മാത്രമുള്ളത് പോയിട്ടാ, അതിനി പിടിച്ചു കിട്ടുമെന്ന് തോന്നണില്ല. വൈറ്റ് മെലസ്റ്റോമ വാങ്ങിച്ചതിൽ നിറയെ മുട്ടുള്ളതായിരുന്നു, പൂക്കളൊക്കെ വിടർന്ന് തുടങ്ങിയതായിരുന്നു നമ്മൾ വാങ്ങിച്ചതെങ്കിലും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിൽ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ ചെടികളും വലിയ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ശരിക്കും പൈപ്പിൽ നിന്ന് ഒഴുകി പരന്നതുപോലെ തന്നെ തോന്നണില്ലേ? നമ്മുടെ മാവിൻ ചുവട്ടിലെ എപ്പീഷ്യ ഉണ്ടല്ലോ, ഫ്ലെയിം വയലറ്റ്, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. സ്പ്രെഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, എന്നാലും അത് പിടിച്ച് കണ്ടപ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്. മഴ കൂടുതലായിട്ട് പെയ്തപ്പോഴേക്കും ഞാൻ കരുതി ചിലപ്പോൾ ചീഞ്ഞു പോകുമെന്ന്. മുല്ല വള്ളിയായിട്ട് പടർത്താനായിട്ട് വെച്ചിരുന്നത്, ചരട് കെട്ടിയിരുന്നത് പൊട്ടിപ്പോയിട്ടാണ് മഴയത്ത്. അപ്പം ഞാനത് ഒന്നും കൂടെ വേറൊരു ചരട് വെച്ച് കെട്ടി ഉറപ്പിച്ച് കൊടുത്തതാണ്. കുറച്ച് നീണ്ടു വന്നിട്ടുണ്ട്. സ്പ്രെഡ് ചെയ്യാനായിട്ട്, അതായത് പടർത്തി കൊടുക്കാനായിട്ട് എന്തെങ്കിലും ആർച്ച് പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, കുറച്ചുകൂടെ ഒന്ന് നീണ്ടിട്ടാവാന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഒരു ബൊഗെയിൻ വില്ലയുടെ ചട്ടിയിൽ ഒരു മുളകിൻ്റെ തൈ നന്നായിട്ട് പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് മാറ്റി നട്ടേക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഒരു അടീനിയത്തിൻ്റെ ഒരു വേര് മാത്രം ഇട്ടൊരു ചട്ടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ വേര് പിടിച്ച് കിട്ടൂല, അത് ചീഞ്ഞു പോയി. അപ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി നട്ടിട്ടാണ്. ഒരു ചട്ടിയിൽ തന്നെ ബൊഗെയിൻ വില്ലയും മുളകും തൈയും അതുപോലെ അലോവേരയും കൂടി ഒരുമിച്ചാണ് നിന്നിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് സൗകര്യം കൊടുക്കാൻ വേണ്ടി അവിടെ ബൊഗെയിൻ വില്ല ഒരു സൈഡിലോട്ടാണ് കേട്ടോ വളർന്നിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് നേരെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ടെറസിലേക്ക് പോയി. അപ്പോൾ മുളകും തൈ മാറ്റി നട്ടത് ടെറസിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ തന്നെ അത് വാടി നിൽക്കണണ്ടേ. പിന്നെ ഞാനതെടുത്ത് തണലത്തേക്ക് മാവിൻ്റെ ചോട്ടിലോട്ട് വെച്ചിട്ടുണ്ട്.